ഇതുപോലെ മനോഹരമായ ഒരു പോസ്റ്റർ മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ നിർമ്മിക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോ. അതിനേക്ക് ആവശ്യമായ 2 ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് മലയാളം എഡിറ്ററും മറ്റൊന്ന് പിക്സ് ആർട്ടുമാണ്. ഇവ രണ്ടുമുണ്ടെങ്കിൽ നേരത്തെ കണ്ടതുപോലെയുള്ള ഒരു മനോഹരമായ പോസ്റ്റർ നമുക്ക് ഓസോൺ ദിനത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചെടുക്കാം. വളരെ എളുപ്പമാണ്. മലയാളം എഡിറ്ററും പിക്സ് ആർട്ടും നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. മലയാളം എഡിറ്ററിൽ ഇതേപോലെ ഒരു പുതിയ ലെയർ എടുത്ത് അതിൽ ഓസോൺ ദിനം അല്ലെങ്കിൽ ഓസോൺ ദിനാചരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോസ്റ്ററിൽ എന്താണോ വരേണ്ടത് അതിൻ്റെ ഹെഡിങ് ഇതേപോലെ ടൈപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫോണ്ടുകളും കളറുകളുമൊക്കെ മാറ്റി ഭംഗിയാക്കി ഇതിനെ PNG ഫയലാക്കി സേവ് ചെയ്യുകയാണ് ഒന്നാമതായി ചെയ്യേണ്ടത്. അതിൻ്റെ 2-3 ഉദാഹരണങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഓസോൺ ദിനം എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫോണ്ടുകൾ ചേഞ്ച് ചെയ്യുകയാണ്. ഇഷ്ടംപോലെ ഫോണ്ടുകൾ ഇതിലുണ്ട് എന്നും ഇതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളെക്കുറിച്ചും ഇതിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്യേണ്ട രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ 2-3 വീഡിയോകൾ തുടർച്ചയായി ചെയ്തിരുന്നു. അതൊക്കെ കാണാൻ ശ്രമിക്കുക. ഇതേപോലെ കളർ ചേഞ്ച് ചെയ്ത് ഇതിൻ്റെ സ്ട്രോക്ക് മനോഹരമാക്കി ഒരു പോസ്റ്ററിൻ്റെ ഹെഡിങ് എങ്ങനെയായിരിക്കണം കാഴ്ചക്കാരിൽ എന്ന് നമ്മൾ ഭാവനയിൽ കാണുകയും അതേപോലെ മനോഹരമാക്കി ഇതിനെ സേവ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ താഴെ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രൂപത്തിലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. സേവ് എന്ന ബട്ടൺ അമർത്തി സേവ് ഇൻ ഹൈ പിക് ക്വാളിറ്റിയിലാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം കാണിക്കാം. ഇത് തന്നെ എഡിറ്റ് ചെയ്യുന്നെടുത്തിട്ട് നമ്മൾ വീണ്ടും ഇത് ചേഞ്ച് ചെയ്യുകയാണ്. ഉദാഹരണത്തിന് സെപ്റ്റംബർ 16 ഓസോൺ ദിനം ആചരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഫോണ്ടുകൾ മാറ്റാം. നോക്കൂ, മനോഹരമായ ഫോണ്ടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി കളർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള കളറുകൾ, അതായത് അട്രാക്റ്റീവ് കളറുകളാണ് എപ്പോഴും പോസ്റ്ററിന് വേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ ചെയ്ത് വീണ്ടും സേവ് ഹൈ ക്വാളിറ്റി പിക്ചറിൽ തന്നെ സേവ് ചെയ്തിട്ടേക്കുക. ഇതൊക്കെയും സേവ് ആകുന്നത് PNG ഫയലാണ്. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ PNG ഫോർമാറ്റിലാണ് സേവ് ആകുന്നത് എന്നർത്ഥം. ഇനി നമ്മളിവിടെ മറ്റൊരു സ്ലോഗണോ മറ്റോ നമ്മൾ എഴുതി തയ്യാറാക്കുകയാണെങ്കിൽ ഓരോന്നും പീസുകളായി തന്നെ സേവ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. വലിയ സ്ലോഗണുകളാണെങ്കിൽ മാത്രം ഒറ്റ വാചകത്തിൽ എഴുതി പൂർത്തിയാക്കിയാൽ മതിയാകും. ഇവിടെ നമ്മൾ ഓസോൺ പാളി എന്നതുകൂടെ കാണിക്കുകയാണ്. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഫോണ്ടുകളും കളറുകളുമൊക്കെ ചേഞ്ച് ചെയ്ത് ഭംഗിയുള്ള ഒരു രീതിയിലാക്കി മാറ്റിയതിന് ശേഷം നമ്മളതും നേരത്തെ ചെയ്തതുപോലെ തന്നെ PNG ഫയൽ ഫോർമാറ്റിൽ തന്നെയാണ് സേവ് ചെയ്യുന്നത്. നോക്കൂ, ഓസോൺ പാളി എന്ന മനോഹരമായ ഒരു ഫോണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇഷ്ടംപോലെ ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യാനുണ്ട് എന്നത് നേരത്തെ പറഞ്ഞതുകൊണ്ടത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഓക്കെ, നമ്മൾ ഇതും കൂടെ സേവ് ഇൻ ഹൈ ക്വാളിറ്റി പിക്ചറിൽ സേവ് ചെയ്ത് നമുക്ക് ഇനി പിക്സ് ആർട്ടിലേക്ക് പോവാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, പിക്സ് ആർട്ട് ചിലപ്പോഴൊക്കെ പേയ്മെൻറ്റ് വേർഷനും അതേപോലെ തന്നെ ഫ്രീ ട്രയലും ലഭിക്കാറുണ്ട്. പേയ്മെൻറ്റ് വേർഷനിലാണെങ്കിൽ ആഡ്സുകളില്ല എന്നതും, ഇനി പേയ്മെൻറ്റ് ചെയ്യാതെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൽ ആഡ്സുകൾ ഉണ്ടാകുമെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആഡ്സുകൾ സ്കിപ്പ് ചെയ്താൽ മാത്രം മതി, പ്രയാസമില്ലാതെ നമുക്കത് ഉപയോഗിക്കാം. ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി പിക്സ് ആർട്ടിലേക്ക് പോകാം. പിക്സ് ആർട്ട് ഓപ്പൺ ചെയ്ത് ഒരു പുതിയ ലെയറാണ് നമ്മൾ എടുക്കുന്നത്, അതല്ലെങ്കിൽ ഒരു പുതിയ ഇൻ്റർഫേസ്. ഈ കാണുന്നത് പോലെ താഴ്ഭാഗത്ത് ചെന്നാൽ നമുക്കവിടെ കളർ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ലഭിക്കും. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഉയരം ക്രമീകരിക്കുന്നതിന് വേണ്ടി ടൂൾസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ വിവിധ ഷേപ്പുകളിലുള്ള ഓരോന്നിൻ്റെയും അളവിൻ്റെ ക്രമീകരണത്തിനനുസരിച്ചുള്ള ഷേപ്പുകൾ നമുക്ക് ലഭ്യമാണ്. എന്നാൽ പേജ് ഫുൾ സൈസ് ലഭിക്കുന്നതിന് വേണ്ടി 2896 എന്ന രൂപത്തിൽ ക്രമീകരിച്ചാൽ ഒരു ഫുൾ സൈസ് പേജ് നമുക്ക് ലഭ്യമാണ് എന്ന് ചുരുക്കം. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷനാണ് എടുത്തത്. ഇതിൻ്റെ വിവിധ രൂപത്തിലുള്ള മെത്തേഡുകൾ അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതോടുകൂടെ ഒന്ന് മനസ്സിലാക്കാം. എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ കളറുകൾ, ഡിഫറെൻറ്റ് കളറുകൾ നമുക്ക് ലഭ്യമാണ്. അവിടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും
കഴിവിനനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ ഇമാജിനേഷൻ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അതിനനുസരിച്ച് നമുക്കിതിനെ ചേഞ്ച് ചെയ്യുകയും ഡിസൈൻ ചെയ്യുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. നോക്കൂ, ഇതേപോലെ ഡിസൈൻ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോസ്റ്റർ നിർമ്മാണത്തിൻ്റെ സ്റ്റാർട്ടിംഗ് മെത്തേഡിലേക്ക് നമ്മൾ കടക്കുന്നത്. നോക്കൂ, ഇനി നമുക്ക് ആഡ് പിക്ചർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആവശ്യമായ ചിത്രങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ചിത്രങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിക്സ്ബേ എന്ന വെബ്സൈറ്റിലൂടെ പോയാൽ ഇഷ്ടംപോലെ സൗജന്യമായ ചിത്രങ്ങൾ നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ ലഭ്യമാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഇതേപോലെ ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്ത് PNG ഫയൽ ആയതുകൊണ്ട് ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടാനുസരണം ക്രമീകരിച്ച് വെക്കാനും പറ്റും. ഓസോൺ ദിനമായതിനാൽ ഓസോൺ പാളിയെ നമ്മൾ ഒരു കുട പോലെയാണ് സങ്കല്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് എന്ത് വേണമെങ്കിലും അതിനനുസരിച്ച് ക്രമീകരിച്ച് ചെയ്തു കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അഥവാ വലുപ്പ ചെറുപ്പങ്ങൾക്കനുസരിച്ച് വലുതാക്കാനും ചെറുതാക്കാനും ഈ കോർണറിൽ കാണുന്ന ഭാഗത്ത് പിടിച്ചു വലിക്കുകയോ 2 ഫിംഗറുകൾ ഉപയോഗിച്ച് വിടർത്തുകയോ ചെയ്താൽ നമുക്കതിനെ വൃത്തിയിൽ, അതിൻ്റെ ആകൃതിയിൽ അല്ലെങ്കിൽ വലുപ്പത്തിൽ വ്യത്യാസം വരുത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കുക. ഇതേപോലെ ക്രമീകരിച്ചതിന് ശേഷം ഓരോ ചിത്രങ്ങളും വൃത്തിയിൽ ചെയ്തതിന് ശേഷം മാത്രം ഫോണ്ടുകൾ, നേരത്തെ സേവ് ചെയ്തു വെച്ച PNG ഫോണ്ടുകൾ ഇതിലേക്ക് കൊണ്ടുവരിക. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ PNG ഫോണ്ടുകൾ വളരെ ചെറുതായിട്ടാണ് ഇതിലേക്ക് പിക്സാർട്ടിലേക്ക് നമുക്ക് ലഭിക്കുക. അത് വലുതായി കാണുന്നതിന് വേണ്ടി നമ്മൾ അതിനെ വികസിപ്പിക്കുമ്പോൾ അതിൻ്റെ സമചതുരത്തിലോ അല്ലെങ്കിൽ ദീർഘചതുരത്തിലോ ഉള്ള ഇതേപോലെയുള്ള സെലക്ഷൻ ബട്ടണുകൾ ദീർഘമായി കാണുകയും മറ്റുള്ളവ ഈ ചിത്രങ്ങൾ സെലക്ട് ചെയ്യാൻ പ്രയാസമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ചിത്രങ്ങളെ ആദ്യം തന്നെ ഡിസൈൻ ചെയ്ത് പാകപ്പെടുത്തി വെക്കാനുള്ള ശ്രമം നടത്തുക. ശേഷം വീണ്ടും നമ്മൾ ആഡ് ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അതിലേക്ക് ഫോട്ടോസുകളും അതേപോലെ തന്നെ നേരത്തെ സേവ് ചെയ്തു വെച്ച നമ്മുടെ PNG ഫയലുകളും ക്രമീകരിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഉദാഹരണം നോക്കൂ, നേരത്തെ സേവ് ചെയ്ത മുഴുവൻ PNG ഫയലുകളും നമ്മുടെ പിക്സാർട്ടിൻ്റെ ഈ മെയിൻ ഫേസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ക്രമീകരിക്കേണ്ട പണി മാത്രമേ ബാക്കിയുള്ളൂ. ഓരോന്നിനെയും നമ്മുടെ ടൈം എടുത്തുകൊണ്ട് ക്രമീകരിക്കുക. ഏകദേശം 10-20 മിനിറ്റിനുള്ളിൽ നമുക്ക് മനോഹരമായ പോസ്റ്ററുകൾ നിർമ്മിച്ചെടുക്കാൻ കഴിയുമെന്നത് 100% ഉറപ്പാണ്. ഒരു ഉദാഹരണത്തിന് വേണ്ടി ഞാനിവിടെ ചെയ്യുകയാണ്. ഓസോൺ ദിനം എന്നത് ഇത്രയും വലുപ്പമാണുള്ളത്. ഇനി ഇതിനെ ഞാൻ വികസിപ്പിക്കുമ്പോൾ അതിൻ്റെ സെലക്ഷൻ ടൂളിൻ്റെ ലെങ്ത്താണ് ഈ കാണുന്നത്. അതിനനുസരിച്ച് അത് ടച്ചാവുകയും ബാക്കിയൊന്നും സെലക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ക്രമീകരിക്കുന്ന സമയത്ത് അതിൻ്റെ വൃത്തിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് തുടങ്ങുക എന്ന് ചുരുക്കം. നോക്കൂ, എത്ര വേഗത്തിലാണ് നമുക്കിത് ചെയ്ത് തീർക്കാൻ കഴിയുന്നത്. ആദ്യം ഈ ചിത്രങ്ങളും എഴുത്തുകളും ആദ്യം സജ്ജീകരിച്ചാൽ നമുക്കിതേപോലെ തന്നെ ക്രമീകരിക്കാൻ വളരെ എളുപ്പമായിരിക്കുമെന്ന് മനസ്സിലായല്ലോ. മേലെ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്കിത് സേവ് ചെയ്യുകയും നമ്മുടെ ഗാലറിയിൽ ഇത് സേവ് ആവുകയും ചെയ്യും. സയൻസ് ക്ലബ്ബ് എന്നോ മറ്റോ വേണമെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. താങ്ക് യു.